ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം അവരുടെ ഫേസ് എന്ന് പറയുന്നത് അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽസോ ആയിരിക്കും. ഇത് പെട്ടെന്ന് റെപ്ലിക്ക എടുത്തിട്ട് വേറെ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനും പറ്റും. പെട്ടെന്ന് കാണുന്നവർക്ക് തിരിച്ചറിയത്തില്ല. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും പോകുന്നത് അവരുടെ റെപ്യൂട്ടേഷനാണ്. അപ്പോൾ ആസ് എ ബിസിനസ് ഓണർ എന്താ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലൊരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട്? സോ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അവരുടെ ലോഗോ, അത് അവരുടെ വേർഡ് മാർക്കും അതേപോലെ തന്നെ ഡിവൈസ് മാർക്കും. ഈ രണ്ട് കാര്യങ്ങളും അതിൻ്റെ സ്പെസിഫിക് ക്ലാസ്സിൽ അത് രജിസ്റ്റർ ചെയ്ത് ട്രേഡ് മാർക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മൾ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് ഒന്നാമത്തെ ഒരു കാര്യമാണ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ യൂസർ നെയിംസ്, മെയിൻലി വെബ്സൈറ്റിൻ്റെ ഡൊമൈൻസ് ഒക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ തന്നെയായാലും ഇപ്പോൾ ചിലവർ .com എന്ന് പറയുന്ന ഡൊമൈനായിരിക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിൽ .in വെച്ചിട്ട് തന്നെ നേരെ ഈസിലി തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു ഗൂഗിളിനെ സംബന്ധിച്ചിട്ട് ബേസിക്കായിട്ട് കൺട്രി വൈസ് സെർച്ച് വരുന്ന സമയത്ത് ലോക്കൽ സെർച്ചിൽ ഇപ്പോൾ ഇന്ത്യയിലാണ് സെർച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ IN ഡൊമൈൻ ഈസിലി അതായിരിക്കും ഫസ്റ്റ് ഗൂഗിളിൽ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് കാണുന്ന ഒരാൾ എന്തായാലും മസ്റ്റായിട്ടും ആ .inലേക്ക് കയറുകയും ആ .in ആണ് അതിൻ്റെ ജെനുവിനായിട്ടുള്ള ആ ഒരു അതിൽ നിന്ന് തന്നെ പർച്ചേസ് സംഭവിക്കുകയും ചെയ്യാം. സോ അത് ശരിക്കും അതൊരു നമ്മളറിയുന്നില്ല, നമ്മുടെ സെൽഫ് ബിസിനസ് തന്നെ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ഇതിനെല്ലാത്തിനും ആദ്യമേ തന്നെ അവർ ആ ബ്രാൻഡിൻ്റെ റിലേറ്റഡ് പ്രൊട്ടക്ഷൻസ് എന്തായാലും ചെയ്യും. അതിനൊക്കെ വളരെ നിസ്സാര കോസ്റ്റൊക്കെയാണ് ആദ്യം ഇനീഷ്യൽ ടൈം പീരീഡിൽ തന്നെ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ബ്രാൻഡ് പ്രൊട്ടക്ഷൻ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇനി ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായി നമ്മളുടെ ബ്രാൻഡിൻ്റെ ട്രസ്റ്റൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മളതൊക്കെ കളക്ട് ചെയ്യാം. വൺസ് ഇപ്പോൾ ഒരാൾ പർച്ചേസ് ചെയ്തൊരു ഡൊമൈൻ നമ്മൾ രണ്ടാമത് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ അത് എക്സ്പയർ ആവുന്ന ടൈം വരെയൊക്കെ നമ്മളത് വെയിറ്റ് ചെയ്തൊക്കെ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ബട്ട് ഒരു ചെറിയൊരു കാര്യം ഉണ്ടാവുള്ളൂ, ഇനീഷ്യലി അത് പർച്ചേസ് ചെയ്യാനും വളരെ ചെറിയൊരു കോസ്റ്റ് മാത്രം വരുന്നൊരു കാര്യമായിരിക്കും. പക്ഷെ തുടക്കത്തിൽ പലരും അത്രയും കൺസേൺഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊരു ബോധത്തോടെ ചെയ്യണം എന്നില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു കാര്യം. ഇപ്പം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് ഫസ്റ്റിൽ ചെയ്ത് വെച്ചാൽ അതായിരിക്കും കുറച്ചുകൂടി ഈസി ടു ഹാൻഡിൽ. കാരണം നമ്മൾ എന്തായാലും ചെയ്യുന്നത് ബിസിനസ് എപ്പോഴും അതൊരു ഗ്രോത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ ഗ്രോത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഒരു ബേസിക് ആ ഒരു ട്രസ്റ്റിൽ തന്നെ മുമ്പോട്ട് പോകാം. അത് പതുക്കെ ബിൽഡ് ചെയ്ത് വരാം, സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതെ.